Hi everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചറിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ റൈറ്റർ ആയിട്ടുള്ള വോൾട്ട് വിറ്റ്മാനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ NTA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്ന് ഒരു എക്സാമിൽ 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അതിലും വരാൻ ചാൻസ് ഉള്ള ഒരു റൈറ്ററാണ്, അതായത് ആ 5 to 6 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആകാൻ ചാൻസ് ഉള്ള, വളരെയധികം ചാൻസ് ഉള്ള ഒരു റൈറ്ററാണ് വോൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, വോൾട്ട് വിറ്റ്മാൻ അമേരിക്കൻ ലിറ്ററേച്ചറിൽ മാത്രമല്ല, നമ്മൾ എൻറ്റയർ ലിറ്ററേച്ചർ എടുക്കുമ്പം ഹി ഈസ് റിഗാർഡഡ് ടു ബി എ വെരി സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ ബിക്കോസ് ഹി ഈസ് റിഗാർഡഡ് to be the father of free verse. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് പിന്നീട് ഫ്രീ വേഴ്സിൽ ആളുകൾ എഴുതി തുടങ്ങുന്നതും അതൊരു പോപ്പുലർ ജോണർ അല്ലെങ്കിൽ ഒരു ലിറ്റററി സ്റ്റൈലായി മാറുന്നതുമെല്ലാം വോൾട്ട് വിറ്റ്മാൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വോൾട്ട് വിറ്റ്മാനെ കുറിച്ചാണ്. നിങ്ങൾ വോൾട്ട് വിറ്റ്മാനെ NTA നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, വോൾട്ട് വിറ്റ്മാൻ ഏത് ഏജിലാണ് വരുന്നതെന്ന് ആദ്യം നോക്കുക. ഹി വാസ് ബോൺ ഇൻ 1819 ആൻഡ് ഡൈഡ് ഇൻ 1892. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ റൊമാൻറ്റിക് ഏജിൻ്റെയും അതിനുശേഷം വരുന്ന ആ ഒരു റിയലിസം ട്രാൻസെൻഡലിസം, ആ ഒരു ട്രാൻസിഷൻ ടൈമാണ് വോൾട്ട് വിറ്റ്മാൻ്റെ ഒരു ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വോൾട്ട് വിറ്റ്മാൻ്റെ വർക്ക്സുകൾ പഠിക്കുമ്പം ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കളക്ഷനിലും വരുന്ന പോയംസ് ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കുക. ആ പോയംസിൻ്റെ ഫസ്റ്റ് ലൈനും കൂടി ഒന്ന് കവർ ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വോൾട്ട് വിറ്റ്മാനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി വോൾട്ട് വിറ്റ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഹി വാസ് ബോൺ ഇൻ 1819 ആൻഡ് ഡൈഡ് ഇൻ 1892. ഹി വാസ് എ പോയറ്റ്, എസേയിസ്റ്റ് ആൻഡ് എ ജേർണലിസ്റ്റ്. അതുപോലെ തന്നെ ഹി വാസ് എ ഹ്യൂമനിസ്റ്റ്. ഈ പറയുന്ന ട്രാൻസെൻഡലിസത്തിൻ്റെയും റിയലിസത്തിൻ്റെയും ഒരു ട്രാൻസിഷൻ പീരിയഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റൈറ്ററാണ് വോൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. അതായത് ഹി വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ദി ഐഡിയ ഓഫ് എ ഷെയർഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതായത് ഈ പറയുന്ന പോലെ യൂണിറ്റി, കമ്പാഷൻ, ഇക്വാലിറ്റി ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അച്ചീവ് ചെയ്യുന്നതിനൊരു പരിധിയില്ല. ഹി ഓർ ഷീ ഈസ് സപ്പോസ് ടു ഡു എവറിത്തിങ് ദാറ്റ് ഷീ ക്യാൻ. അങ്ങനെ ഹ്യൂമൻ എക്സ്പീരിയൻസസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ എലിജിബിലിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു വോൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത്. ആസ് എ ഹ്യൂമനിസ്റ്റ് ഹി ബിലീവ്ഡ് ഇൻ ദി പൊട്ടൻഷ്യൽ of human beings. As a humanist, he believed in the potential of human beings to achieve greatness through personal growth and social progress. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിലൊക്കെ തന്നെയും നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഒരു സെലിബ്രേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈവൻ ദോ ഹിസ് വർക്ക്സ് ഹാഡ് ദിസ് celebration of individuality, you could also find him giving emphasis on the connection between human beings. ആ ഒരു ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ ഇന്റർ കണക്റ്റഡ്നെസ്സിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു വോൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ വർക്ക്സിൽ നമുക്ക് ട്രാൻസെൻഡലിസവും റിയലിസവും അതിന്റെ ഒരു മിക്സിംഗ് എപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം വിറ്റ്മാൻ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് transcendentalist views of Emerson and Thoreau. അപ്പം അതുകൊണ്ട് തന്നെ he believed in this inherent goodness of people and nature. And അദ്ദേഹത്തിൻ്റെ ഏർലി വർക്ക്സിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സും റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഓപ്റ്റിമിസം ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ he is also related to realism. അദ്ദേഹത്തിൻ്റെ മച്ചുവർ വർക്ക്സിൽ, അതായത് അദ്ദേഹത്തിൻ്റെ എൻഡ് ഓഫ് ദ കരിയറിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന വർക്ക്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ റിയലിസ്റ്റിക് തീംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. റിയലിസ്റ്റിക് തീംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലൈഫിന്റെ ബോഡി, അദ്ദേഹത്തിന്റെ ഡെത്ത്, അല്ലെങ്കിൽ അമേരിക്കൻ സിവിൽ വാറിന്റെ ടൈമിലൊക്കെ വരുന്ന ലീവ്സ് ഓഫ് ഗ്രാസ് ഒക്കെ അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ആ ഒരു ടൈമിൽ വരുന്ന സ്ട്രഗിൾസ്, ഹോസ്പിറ്റലിന്റെ വ്യൂ പോയിന്റ്സ്, അങ്ങനെ. അപ്പം അദ്ദേഹം അത്ര കുറച്ചും കൂടി ഒരു ഓപ്പൺ ആയിട്ട് എഴുതുന്ന റൈറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഫ്രാങ്ക് ആയിട്ട് എഴുതുന്ന റൈറ്റർ ആയിരുന്നു. ഹി ഡിഡ്ന്റ് ഡ്രിഫ്റ്റ് അവേ ഫ്രം എനി ഓഫ് ദിസ് ഷിറ്റി ഡീറ്റെയിൽസ് ഓർ എനി ഓഫ് ദിസ് ഒരു ബ്ലെൻഡിങ്, നമുക്കൊരു ഐഡിയലിസത്തിൻ്റെയും അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ വ്യൂ ഓഫ് ലൈഫിൻ്റെയും ഒരു ബ്ലെൻഡിങ് നമുക്ക് വോൾട്ട് വിറ്റ്മാൻ്റെ വർക്ക്സിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹി വാസ് എ പാർട്ട് ഓഫ് ദി ട്രാൻസിഷൻ ബിറ്റ്വീൻ ട്രാൻസെൻഡലിസം ആൻഡ് റിയലിസം ഇൻ വിച്ച് ഹി ഇൻകോർപ്പറേറ്റ്സ് ബോത്ത് വ്യൂസ് ഇൻ ഹിസ് വർക്ക്സ്.
ആൻഡ് ഹി ഈസ് കോൾഡ് ആസ് ദി ഫാദർ ഓഫ് ഫ്രീ വേർഡ്സ്. അപ്പൊ നമുക്കറിയാം വിറ്റ്മാൻ പോയട്രിയിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അതായത് ബ്ലാങ്ക് വേഴ്സും ക്ലാസിക്കൽ ഐഡിയാസും നിയോ ക്ലാസിസവും എല്ലാം നിൽക്കുന്ന ഒരു ടൈമിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ട്രഡീഷണൽ റിജിഡ് റൂൾസ് ഓഫ് മീറ്റർ, റൈം, റിതം ഇതിൽ നിന്നൊക്കെ അദ്ദേഹം മാറി പോയട്രിയിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് വോൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതുന്ന സ്റ്റൈലായിരുന്നു ഫ്രീ വേഴ്സ്. അതുകൊണ്ടാണ് ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഫ്രീ വേഴ്സ്. അപ്പം ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കൺസിസ്റ്റന്റ് റൈമോ അല്ലെങ്കിൽ ഒരു റിതമോ അങ്ങനെയൊന്നും കാണില്ല, പക്ഷേ ഇറ്റ് സ്റ്റിൽ മെയിൻറ്റെയിൻസ് എ മ്യൂസിക്കൽ ക്വാളിറ്റി. അങ്ങനെയുള്ള റൈറ്റിംഗ്സിനെയാണ് നമ്മൾ പൊതുവെ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. കാരണം അതിനൊരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു പോയറ്റിക് രീതിയിൽ പറയുന്നു, ആ ഒരു സ്റ്റൈലാണ് നമ്മൾ പൊതുവെ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇന്നോവേറ്റീവ് സ്റ്റൈൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്, അദ്ദേഹം ചിന്തിക്കുന്ന രീതികൾ, അദ്ദേഹത്തിന്റെ വ്യൂ ഇതെല്ലാം കുറച്ചും കൂടി ഫ്രീ, അതായത് റൂൾസിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഇമോഷൻസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രീ സ്റ്റൈൽ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ഫാദർ ഓഫ് ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. ഇനി he was a modernist poet. The modernist poet Ezra Pound called Whitman as America's poet. He is America. കാരണം അമേരിക്ക പണ്ട് തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രേക്ക് ഫ്രം ട്രഡീഷൻ. ഓക്കെ, അവരുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്? ബ്രിട്ടീഷ് ആണ് അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ്. അപ്പൊ ആ ഒരു ട്രഡീഷനിൽ നിന്ന് ബ്രേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് വോൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു റിമെമ്പർ ദീസ് തിങ്സ് അബൌട്ട് വോൾട്ട് വിറ്റ്മാൻ. Now let's look at the notable works written by him. കൂടുതലും അദ്ദേഹത്തിന് പോയിട്രി കളക്ഷൻസ് ആണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോയിട്രി കളക്ഷൻസ് പറയുമ്പോഴത്തേക്കും കളക്ഷൻസ് ഏതൊക്കെയാണ്, അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ ഏതൊക്കെയാണ്, അത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ സ്റ്റാൻസേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോർമലി നോക്കേണ്ടത്. എനിവേ, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ വേർഷൻ 1855 സോ ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഐക്കോണിക് കളക്ഷൻ ഓഫ് പോയട്രി ബൈ വോൾട്ട് വിറ്റ്മാൻ. ആൻഡ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഇത് അദ്ദേഹം എഡിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1855. സോ ഫസ്റ്റ് ഈ പോയം വരുമ്പം ഇതൊരു 12 കളക്ഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അദ്ദേഹം അതിൽ ആഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഓരോ എഡിറ്റിംഗിലും അദ്ദേഹം ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ it is considered to be one of the greatest works of American poetry. അമേരിക്കൻ പോയട്രിയിലും അമേരിക്കൻ ലിറ്ററേച്ചറിലെയും തന്നെ ഒരു മേജർ വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ് ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡേൺ പോയട്രിയുടെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട്, കാരണം ഈ ഫ്രീ വേർഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു മോഡേൺ പോയട്രിയുടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്രാങ്ക്നെസ്, അദ്ദേഹം എന്ത് കാര്യങ്ങളും വളരെ തുറന്നെഴുതുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം നമ്മൾ ഈ ഒരു വർക്കിനെ മോഡേൺ പോയട്രിയുടെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈച്ച് പോയം ഓഫ് വിച്ച് ഈസ് ലൂസ്ലി കണക്റ്റഡ് ആൻഡ് റെപ്രസെൻറ്റ്സ് ദി സെലിബ്രേഷൻ ഓഫ് ഹിസ് ഫിലോസഫി ഓഫ് ലൈഫ് ആൻഡ് ഹ്യൂമാനിറ്റി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഇതൊക്കെ തന്നെയും നമുക്ക് ഈ ഒരു പോയംസിലൂടെ എല്ലാം തന്നെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എമേഴ്സൺ ആൻഡ് ട്രാൻസെൻഡലിസം. സോ അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു കീ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഫ്രീ വേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അത് അദ്ദേഹത്തിൻ്റെ ഫ്രീ വേഴ്സ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമുക്കറിയാം ഹി പൈനിയർഡ് ദിസ് ഫ്രീ വേർഡ്സ് ഓഫ് പോയട്രി. അപ്പോൾ ആ ഒരു എന്താണ് ട്രഡീഷണൽ റൈം ആൻഡ് മീറ്റർ അതെല്ലാം അബാൻഡൻ ചെയ്തുകൊണ്ട് ഒരു ഫ്രീ വേർഡ് സ്റ്റൈലിലാണ് ലീവ്സ് ഓഫ് ഗ്രാസിൽ ഓൾമോസ്റ്റ് എല്ലാ പോയംസും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ കൂടുതലും വരുന്ന തീംസ് ഈ പറഞ്ഞതുപോലെ സെലിബ്രേഷൻ ഓഫ് ഹിസ് ഫിലോസഫി ഓഫ് ലൈഫ് ആൻഡ് ഹ്യൂമാനിറ്റി, അതായത് നേച്ചർ, ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഐഡന്റിറ്റി, ഇൻഡിവിജ്വലിസം, ഇതെല്ലാമാണ് നമുക്ക് ഇതിൻ്റെ അകത്തും കാണാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മോഡേൺ പോയട്രിയുടെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ടബിൾ ഫോർ ഇറ്റ്സ് ഡിസ്കഷൻ ഓഫ് ഡിലൈറ്റ് ഇൻ സെൻഷ്വൽ പ്ലഷേഴ്സ് ഡ്യൂറിങ് എ ടൈം വെൻ സച്ച് കാൻഡിഡ് ഡിസ്പ്ലേസ് വർക്ക് കൺസിഡർ ഇമ്മോറൽ. അങ്ങനെയുള്ള കാര്യം ഇമ്മോറൽ. കാരണം ഇതൊക്കെ ശരിക്കും ആൾക്കാർ എഴുതി തുടങ്ങുന്ന എപ്പോഴാണ്? ഒരു മോഡേൺ പോസ്റ്റ് മോഡേൺ ഏജ് വന്നപ്പോഴാണ്. പക്ഷേ അതിലും വളരെ മുൻപ് തന്നെ വോൾട്ട് വിറ്റ്മാൻ ത്രൂ പോയട്രി ഹി എക്സ്പ്രസ് ദിസ് ഐഡിയ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ വളരെ കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടായിരുന്നു, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദിസ് എക്സ്പ്ലിസിറ്റ് സെക്ഷുവൽ ഇമേജറി. ആൻഡ് ദ പോയട്രി ഈസ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് റൊമാൻറ്റിസിസം. ഇറ്റ് പ്രൈസസ് നേച്ചർ ആൻഡ് ദി ഇൻഡിവിജ്വൽ ഹ്യൂമൻസ് റോൾ ഇൻ ഇറ്റ്.
പിന്നെ ലീവ്സ് ഓഫ് ഗ്രാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഇതിന്റെ എഡിഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യും, നിങ്ങൾ ഈ എഡിഷൻസ് എല്ലാം ഓർത്തിരിക്കണം, ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1855 ആ ടൈമിൽ ഇതിൻ്റെ അകത്ത് 12 പോയംസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1856, 1860, 1867, പിന്നെ ഡെത്ത് ബെഡ് എഡിഷൻ എന്ന് പറയുന്ന 1881 അതാണ് ഇതിന്റെ ഫൈനൽ എഡിഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം 218 പോയംസ് ഓളം തന്നെ ഈ ഒരു ടൈമിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു കളക്ഷൻ നോക്കുമ്പം അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ് സോങ് ഓഫ് മൈസെൽഫ് എന്ന് പറയുന്നത്. Okay, so Song of Myself എന്ന് പറയുന്നത് വോൾട്ട് വിറ്റ്മാൻ്റെ ലീവ്സ് ഓഫ് ഗ്രാസിന്റെ ഒരു മാഗ്നം ഒപ്പസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഐക്കോണിക് പോയംസ് ഇൻ അമേരിക്കൻ പോയട്രി ആൻഡ് ദ പോയം ഹാസ് ബീൻ ക്രെഡിറ്റഡ് ആസ് റെപ്രസെന്റിംഗ് ദ കോർ ഓഫ് വിറ്റ്മാൻസ് പോയറ്റിക് വിഷൻ. ഇതൊരു 52 സെക്ഷൻസിൽ ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിൽ അദ്ദേഹം
പറയുന്ന ഒരു കാര്യമാണ് I, which serves as a narrator who should not be limited to or confused with the person of the historical Walt Whitman. അതായത് ആ ഐയുടെ പവറാണ്, അതായത് ഒരു നറേറ്ററിന്റെ പവറാണ് ഈ ഒരു കോട്ടിൻ്റെ അകത്ത് അദ്ദേഹം കാണിക്കുന്നത്. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടും പറയുന്ന തീംസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി, നേച്ചർ, ഡെമോക്രസി, സ്പിരിച്വാലിറ്റി, മൊറാലിറ്റി, ദ സോ കോൾ തീംസ് ഓഫ് ദിസ് ടിപ്പിക്കൽ വോൾട്ട് വിറ്റ്മാൻ പോയട്രി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സെക്ഷൻസ് എടുക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഐ സെലിബ്രേറ്റ് മൈസെൽഫ് അങ്ങനെ പറയുന്ന ഒരു സെക്ഷനാണ് ഇതിൻ്റെ പോയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോൾട്ട് വിറ്റ്മാൻ ആൻഡ് അമേരിക്കൻ വൺ ഓഫ് ദി റോഫ്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് പോർട്രേറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സോങ് ഫോർ ഒക്കുപ്പേഷൻസ്, എ ചൈൽഡ് സെഡ് വാട്ട് ഈസ് ഗ്രാസ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഓർക്കുക. ഇനി അടുത്തൊരു പോയമാണ് ഔട്ട് ഓഫ് ദി ക്രാഡിൽ എൻലെസ്ലി റോക്കിംഗ്. ഇതും വോൾട്ട് വിറ്റ്മാന്റെ ഒരു ഐക്കോണിക് പോയമായിട്ട് തന്നെ റിഗാർഡ് ചെയ്യുന്ന ഒരു വർക്കാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്ന ഒരു ഇമേജറി എന്ന് പറയുന്നത് ക്രാഡിലാണ്. ക്രാഡിൽ ഇറ്റ് സിംബലൈസസ് ലൈഫ്, ബർത്ത്, ദ സൈക്കിൾ ഓഫ് എക്സിസ്റ്റൻസ്. അങ്ങനെ ഒരു ക്രാഡിലിന്റെ ഇമേജിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പോയട്രിയാണ് ഔട്ട് ഓഫ് ദി ക്രാഡിൽ എൻലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എനിവേ ഈ ഒരു വർക്ക് നമ്മൾ എടുക്കുമ്പം 39 സ്റ്റാൻസേഴ്സ് ആണ്. കോംപ്ലെക്സ് ആൻഡ് സക്സസ്ഫുള്ളി ഇന്റഗ്രേറ്റഡ് പോയം. ഇത് ബർത്ത് ഓഫ് ദി പോയറ്റ് ജോണർ കാറ്റഗറിയിൽ വരുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്ത് കൂടുതലും പറയുന്നതും ഈ ഒരു കണക്ഷൻ ആണ്, അതായത് ഇന്റർസെക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്, ദ സെർച്ച് ഓഫ് മീനിങ് ആൻഡ് ട്രാൻസെൻഡൻസ്, അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പം ദിസ് ഈസ് റിഗാർഡഡ് ടു ബി വൺ ഓഫ് ദി മാസ്റ്റർ പീസസ് ഓഫ് വോൾട്ട് വിറ്റ്മാൻ. ആൻഡ് ദ ബേസിക് തീം ഓഫ് ദി പോയം ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സഫറിംഗ് ആൻഡ് ആർട്ട്. ആർട്ടും സഫറിങ്ങും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന ബേസിക് തീം എന്ന് പറയുന്നത്. അപ്പം കൂടുതലും മോർട്ടാലിറ്റി, അൺനോൺ, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെയാണ്. ഇറ്റ് ഷോസ് ഹൗ എ ബോയ് മച്ചൂസ് ഇൻ ടു എ പോയറ്റ് ത്രൂ ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ലവ് ആൻഡ് ഡെത്ത്. അതുകൊണ്ടാണ് ബർത്ത് ഓഫ് ദി പോയറ്റ് ജോണറിലാണ് ഇത് വരുന്നത് എന്ന് പറയുന്നത്. ഇനി ജൂൺ 2023 ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഐഡന്റിഫൈ ദ 2 പ്രീവിയസ് ടൈറ്റിൽസ് ഓഫ് ദി പോയം Out of the Cradle Endlessly Rocking as Walt Whitman continued to revise it until it reached the present form in the Sea Drift section of the 1881 edition. So identify the 2 previous titles of the poem Out of the Cradle Endlessly Rocking as Walt Whitman continued to revise it until it reached its present form in the Sea Drift section of 1881. 1881 വരെയുള്ള ഇതിൽ അദ്ദേഹം ഈ കോൺസ്റ്റന്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുമ്പം ഔട്ട് ഓഫ് ക്രാഡിൽ എൻലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ടൈറ്റിലാണ്. അതിന് മുൻപ് ഏതൊക്കെ ടൈറ്റിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഓപ്ഷൻസ് വിജിൽ സ്ട്രേഞ്ച്, ഐ കെപ്റ്റ് ഓൺ ദി ഫീൽഡ് വൺ നൈറ്റ്, Crossing Brooklyn Ferry, A Child's Reminiscence, The Wound Dresser, A World Out of the Sea. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ചൈൽഡ്സ് റെമിനിസൻസും എ വേൾഡ് ഔട്ട് ഓഫ് ദി സീയുമാണ്. ബാക്കി ഈ പറയുന്ന എല്ലാ പോയംസും വോൾട്ട് വിറ്റ്മാന്റെ തന്നെ പോയംസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സി ആൻഡ് ഇ. ഇനി നമ്മൾ ഈ ഒരു പോയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിന്റെ ഡെവലപ്മെന്റിൽ ഒരുപാട് ടൈറ്റിൽ ചേഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ട്. അത് മെയിൻ ആയിട്ടും ഇതാണ്. ഫസ്റ്റ് ടൈറ്റിൽ ആയിരുന്നു എ ചൈൽഡ്സ് റെമിനിസിയൻസ്. അത് 1859 ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരുന്ന ഒരു ടൈമിലായിരുന്നു. പിന്നീട് റിവൈസ്ഡ് ഡ്രാഫ്റ്റ് വന്നപ്പം അദ്ദേഹം ചൈൽഡ്സ് റെമിനിസിയൻസ് എന്നുള്ളത് മാറ്റി റെമിനിസിയൻസ് എന്ന് മാത്രമാക്കി. പിന്നീട് ഫൈനൽ ഡ്രാഫ്റ്റിൽ വരുന്ന ഇതായിരുന്നു ഔട്ട് ഓഫ് ദി ക്രാഡിൽ എൻലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ ചൈൽഡ്സ് റെമിനിസൻസ് എന്ന് പറയുമ്പം ആ ഒരു ഫോക്കസ് ഓൺ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരുന്നു. പക്ഷെ പിന്നീട് അതൊരു ബ്രോഡർ എക്സ്പ്ലോറേഷൻ ആക്കിയിട്ട്, അതായത് ക്രാഡിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇമേജറിക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇത് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സി ആൻഡ് ടി, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഇനി ഈ ഒരു കളക്ഷനിൽ തന്നെ വരുന്ന അടുത്തൊരു പോയമാണ് There Was a Child Went Forth. ഇതും ഒരു ചൈൽഡ്ഹുഡിന്റെ അക്കൗണ്ട് ആണ്. ആ ഒരു ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, ചൈൽഡ്ഹുഡ് ക്യൂരിയോസിറ്റി, പിന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നേച്ചറിന് വരുന്ന ഇൻഫ്ലുവൻസ്, പിന്നെ പതുക്കെ നമ്മുടെ ഐഡന്റിറ്റി ഫോർമേഷൻ, അതിനോട് കൂടെ വരുന്ന സെൽഫ് ഡിസ്കവറി, ഇതൊക്കെയാണ്. പിന്നെ എല്ലാ ലിവിങ് ബീങ്സും തമ്മിലുള്ള ആ ഒരു ഇന്റർ കണക്റ്റഡ്നെസ്, ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, തീംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് റിഗാർഡഡ് ടു ബി ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. കാരണം അദ്ദേഹത്തിന്റെ തന്നെ ഏർലിയർ ഡൊമസ്റ്റിക് സീൻസും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി പറയുന്നത്. 13 സ്റ്റാൻസ പോയമാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫ്രീ വേഴ്സ്, ആ ഒരു നോ റൈം സ്കീമിൽ ഫ്രീ വേഴ്സ് ഫോമാറ്റിൽ തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്ത ലീവ്സ് ഓഫ് ഗ്രാസിൽ വരുന്ന ഒരു കളക്ഷൻ പോയമാണ്
ക്രോസിംഗ് ബ്രൂക്ലിൻ ഫെറി. ക്രോസിംഗ് ബ്രൂക്ലിൻ ഫെറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ എക്സ്പീരിയൻസ് ആണ്. കമ്മ്യൂട്ടിംഗ് അക്രോസ് ദി ഈസ്റ്റ് റിവർ, കണ്ടംപ്ലേറ്റിംഗ് ലൈഫ്, മോർട്ടാലിറ്റി ആൻഡ് ദി ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഇത് 9 സെക്ഷനിൽ വരുന്നതാണ്. ഈ 9 സെക്ഷൻ എന്ന് പറയുന്നത് പല ലൈൻ സ്റ്റാൻസേഴ്സ് ആണ്, ഒരു റൈം സ്കീമും ഇല്ല. അതായത് കംപ്ലീറ്റ്ലി ഫ്രീ വേഴ്സിൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ക്രോസിംഗ് ബ്രൂക്ലിൻ ഫെറി എന്ന് പറയുന്നത്. ഇതിന്റെ ഒറിജിനൽ ടൈറ്റിലും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് സൺ ഡൗൺ പോയം. സൺ ഡൗൺ പോയം ആണ് ഇതിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന മേജർ തീംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മോർട്ടാലിറ്റി ആണ്, ട്രാൻസിയൻസ്, മോർട്ടാലിറ്റി, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കണക്ഷൻ ബിറ്റ്വീൻ പാസ്റ്റ്, പ്രസൻസ് ആൻഡ് ദി ഫ്യൂച്ചർ, പിന്നെ ഡെമോക്രാറ്റിക് യൂണിറ്റി, ഷെയർഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയം വരുമ്പം അതിൻ്റെ അകത്ത്. പക്ഷേ ആസ് ഹീസ് ബിലോങ്സ് ടു ദിസ് റൊമാൻറ്റിക് ട്രഡീഷൻ, ഈ പറഞ്ഞതുപോലെ നേച്ചറിന്റെ ബ്യൂട്ടി, സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഒക്കെ നമുക്ക് ഈ ഒരു വർക്കിലും കാണാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ആ ഒരു ലീവ്സ് ഓഫ് ഗ്രാസിൽ വരുന്ന മേജർ കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്തൊരു കളക്ഷൻ ആണ് ഡ്രം ടാപ്സ് എന്ന് പറയുന്നത്. ഡ്രം ടാപ്സ് 1865 പബ്ലിഷ് ചെയ്യുന്നത്. അത് സിവിൽ വാറിനെ ബേസ് ചെയ്താണ്. ഓക്കെ, സിവിൽ വാറിന്റെ ടൈം ആയിരുന്നത് കൊണ്ട് തന്നെ സിവിൽ വാർ ആണ്. സോ അപ്പം അമേരിക്കൻ ഐഡിയൽസിന് വാർ ഒരു നല്ല കാര്യമാണ്, നമ്മളത് ആ വാറിലൂടെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ വാർ ഈസ് എസെൻഷ്യൽ എന്നൊരു കോൺസെപ്റ്റ് ആണ് കൂടുതലും അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഹി ബിലീവ്സ് വിത്തൗട്ട് സച്ച് എ കോൺഫ്ലിക്റ്റ് ആൻഡ് ത്രെറ്റ് ടു സൊസൈറ്റി ദോസ് ഐഡിയൽസ് could be taken for granted and lost to decay. നമ്മൾ അത്രയും വില നമുക്ക് മനസ്സിലാകില്ല ഈ പറയുന്നത് പോലെ വാറോ ത്രെറ്റോ വന്നില്ല എങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വാർ ടേക്സ് ബൈനറി ഒപ്പോസിഷൻസ്, പീപ്പിൾ അറ്റ് ഓൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സൊസൈറ്റി ആൻഡ് ടെതേഴ്സ് ദം ടുഗെദർ ടുവേർഡ് എ റൈറ്റേഴ്സ്. അതായത് ഒരു വാർ വരുന്ന ഒരു ടൈമിൽ ഒന്നെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നു. അതായത് ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പൊതുവെ വാറിൽ കുറവാണ്. സോ വാർ ഇറ്റ് ടേക്സ് ബൈനറി ഒപ്പോസിഷൻ. സോ അപ്പൊ എൻറ്റയർലി ചെതറായി കിടക്കുന്ന ഒരു സൊസൈറ്റീനെ 2 ഗ്രൂപ്പായിട്ടെങ്കിലും തിരിക്കാൻ, അതായത് അതിൽ കൂടുതലും ആൾക്കാർ റൈറ്റിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമായിട്ടാണ് വാൾട്ട് വിറ്റ്മാൻ ഇതിൽ സിവിൽ വാറിനെ കാണുന്നത്. But at the same time, he also speaks about the loss the war has brought on him, like the great suffering, death and injury that occurred during this civil war. പിന്നെ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ പോയിന്റ് ഓഫ് വ്യൂ, അതായത് കൂടുതലും ഹോസ്പിറ്റലിൽ വരുമ്പം നമ്മൾ നല്ലതോ ചീത്തയോ എന്നല്ല, നമ്മൾ പേഷ്യൻസ് ആയിട്ട് ആ ഒരു ലോസ്, വൂണ്ട്, സഫറിങ് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡ്രം ടാപ്സിലെ പോയിംസ് കാണാനായിട്ട് പറ്റും. സോ ഡ്രം ടാപ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് വാർ തന്നെയാണ്. സോ മേജർ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ വാർസ്, ബ്രൂട്ടാലിറ്റി ആൻഡ് ഹ്യൂമൻ ടോൾ, പേട്രിയോട്ടിസം ആൻഡ് നാഷണൽ ഐഡന്റിറ്റി, ഡെത്ത്, മോർണിംഗ് ആൻഡ് റിമംബറൻസ്, കമ്പാഷൻ, എംപതി ആൻഡ് ഹ്യൂമാനിറ്റി, ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ തീമായിട്ട് വരുന്നത്. ഇനി ഡ്രം ടാപ്സിലെ മേജർ കുറച്ച് പോയംസ് ആണ്. ഫസ്റ്റ്, ഓ സോങ്സ് ഫോർ എ പ്രിലൂഡ്, ബീറ്റ് ബീറ്റ് ഡ്രംസ്, cavalry crossing a ford, by the bivouac's fitful flame, a march in the ranks hard pressed, vigil state strange I kept on the field one night, a sight in camp in the daybreak grey and dim, Ethiopia saluting the colors. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പോയംസ് ജസ്റ്റ് പേരെങ്കിലും ഒന്ന് ഓർത്തു വെക്കണം. കാരണം മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചിലപ്പം ചോദിക്കാം. ലൈക്ക് എസ്ര പൗണ്ട്, വോൾട്ട് വിറ്റ്മാൻ, സിൽവിയ പ്ലാത്ത്, എമിലി ഡിക്കിൻസൺ, അങ്ങനെ കുറച്ച് 4-5 റൈറ്റേഴ്സ് തന്നിട്ട് അവരുടെ പോയംസ് തന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് വോൾട്ട് വിറ്റ്മാന്റെ വർക്ക്സ്. സോ അപ്പോൾ ജസ്റ്റ് പേര് മാത്രമെങ്കിലും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് നോക്കുക. ഇനി ഡ്രം ടാപ്സിന് ഒരു സീക്വൽ ഉണ്ട്, അതാണ് സീക്വൽ ടു ഡ്രം ടാപ്സ്. ഇത് 1865 18 കളക്ഷൻ ഓഫ് പോയംസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വർക്കാണ്. പക്ഷേ ഇതിൽ വരുന്ന പല പോയംസും അദ്ദേഹം ലീവ്സ് ഓഫ് ഗ്രാസിന്റെ എഡിഷനിൽ അതിലോട്ട് ആഡ് ചെയ്തു. അങ്ങനെയാണ് അതൊരു 218 പോയംസ് ഉള്ള ഒരു ഇതായിട്ട് കളക്ഷനായിട്ട് മാറുന്നതൊക്കെ. സോ അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഏത് കളക്ഷനിലാണ് എന്ന് ചോദിച്ചാൽ ലീവ്സ് ഓഫ് ഗ്രാസും അതിൻ്റെ ആൻസർ വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതിൽ വരുന്ന ഒരു മേജർ പോയമാണ് വെൻ ലൈലാക്സ് ലാസ്റ്റ് ഇൻ ദി ഡോ യാർഡ് ബ്ലൂംഡ്. വെൻ ലൈലാക്സ് ലാസ്റ്റ് ഇൻ ദി ഡോ യാർഡ് ബ്ലൂം. ഇത് എബ്രഹാം ലിങ്കണിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതുന്ന ഒരു എലജിയാണ്. എബ്രഹാം ലിങ്കൺ, ഹി വാസ് അസാസിനേറ്റഡ് ഇൻ 1865 ഡ്യൂറിംഗ് ദി സിവിൽ വാർ. സോ അപ്പോൾ ആ ഒരു എലജി ആയിട്ട്, എബ്രഹാം ലിങ്കന്റെ ഒരു എലജി ആയിട്ട് അദ്ദേഹം എഴുതുന്നതാണ്. എബ്രഹാം ലിങ്കന് വേണ്ടിയിട്ട് അദ്ദേഹം 4 പോയംസ് ആണ് എലജി എഴുതിയിട്ടുള്ളത്. ആ 4 പോയംസും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലജി, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, അങ്ങനെ പല രീതികളിൽ ചോദിക്കാം. സോ ആ 4 പോയംസ് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് നോക്കുക. സോ
It's a pastoral elegy, free verse-ilana, 206 lines, 14 sections, and Whitman neither mentions Lincoln by name or discusses the circumstance of his death in poem. Lincoln kurichu parayunnilla, Lincoln enganeyanu marichu ennu parayunnilla, and we assume it to be Lincoln, പക്ഷേ ആ ഒരു റെഫറൻസിലാണ് അദ്ദേഹം അത് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ എന്താണ് വിറ്റ്മാൻ എന്ന പേര് പറയാതെ അദ്ദേഹം സിംബോളിക്കലി ആണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് വീനസ്, എ ഡ്രൂപ്പിംഗ് സ്റ്റാർ ഇൻ ദ വെസ്റ്റേൺ സ്കൈ ആൻഡ് എ ഹെർമിറ്റ് ത്രഷ് ടു സിംബലൈസ് ലിങ്കൺ. ദ പോയം ഓൾസോ അഡ്രസ്സസ് ദ പിറ്റി ഓഫ് വാർ ത്രൂ ഇമേജറി, വേഗ്ലി റെഫറൻസിങ് ദി അമേരിക്കൻ സിവിൽ വാർ. പിന്നെ അതേപോലെ തന്നെ ഒരു എലജി ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. ഇതും 1865 പിന്നീട് ലീവ്സ് ഓഫ് ഗ്രാസിന്റെ കളക്ഷനിൽ വരുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് എ പവർഫുൾ ആൻഡ് ഇമോഷണൽ എലജി ഫോർ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ഹു വാസ് അസാസിനേറ്റഡ് ഇൻ 1865. സോ ഇതിന്റെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഗ്രീഫ് ആൻഡ് സോറോ ആണ്. അതായത് മോർണിംഗ് ആൻഡ് ലോസ്, നഷ്ടപ്പെടൽ, അതിന്റെ പ്രശ്നങ്ങൾ. പിന്നെ ക്യാപ്റ്റൻ എബ്രഹാം ലിങ്കൻ ആസ് എ ക്യാപ്റ്റൻ ഓഫ് എ ഷിപ്പ് ഹു ഈസ് നോൺ ഫോർ ഹിസ് ലീഡർഷിപ്പ്, ഹു ഈസ് നോൺ ഫോർ എന്താണ് ഹിസ് ലെഗസി. പിന്നെ ഒരു സിംഗിൾ വ്യക്തിയുടെ ദുഃഖമല്ല, ഒരു നാഷണൽ ഗ്രീഫാണ്, ഒരു നാഷണൽ യൂണിറ്റി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസിഷൻ, അൺസർട്ടനിറ്റി, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. ആൻഡ് ദ പോയം കൺസിസ്റ്റ് ഓഫ് 3 stanzas with a rhyme scheme and meter. വിറ്റ്മാന്റെ ഒരു ഫ്രീ വേർഡ് സ്റ്റൈലിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു സ്ട്രക്ചറിങ് നമുക്ക് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ റിഫ്രെയിൻ ആണ് fallen, cold and dead. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. June 2019 there was a question from Walt Whitman's Oh Captain, My Captain. Who among the following is mourned in Walt Whitman's Oh Captain, My Captain? Ralph Waldo Emerson, John Keats, P.B. Shelley, Abraham Lincoln. And we know the correct answer is Abraham Lincoln. So, അപ്പോൾ ഓർത്തിരിക്കുക, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ വോൾട്ട് വിറ്റ്മാൻ 1865 ദ സൺഡേ പ്രസ്സിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് വാസ് കമ്പോസ്ഡ് ഓൺ ദി ഡെത്ത് ഓഫ് അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ഹു വാസ് അസാസിനേറ്റഡ് ഇൻ 1865. ദിസ് ഈസ് വൺ ഓഫ് ദി 4 poems composed by the poet on the death of Abraham Lincoln. So, എബ്രഹാം ലിങ്കന്റെ എലജീനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള 4 poems ആണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, When lilacs lost in the dooryard bloomed, hushed be the camps today, and this dust was once the man. ഈ 4 poems ആണ് അദ്ദേഹം എബ്രഹാം ലിങ്കനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. 4ന്റെയും പേരൊന്ന് ഓർത്തിരിക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എബ്രഹാം ലിങ്കൻ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വോൾട്ട് വിറ്റ്മാനെ കുറിച്ചാണ്. സോ വോൾട്ട് വിറ്റ്മാന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആദ്യം നമുക്ക് വേണം. എന്നാണ് അദ്ദേഹം ജനിച്ചത്, ഏതൊക്കെ മൂവ്മെന്റ്സ് ആണ് അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹീസ് കോൾഡ് ആസ് ദി ഫാദർ ഓഫ് ഫ്രീ വേർഡ്സ്, ഹീസ് കോൾഡ് ആസ് അമേരിക്കാസ് പോയറ്റ്സ് ബൈ എബ്രഹാം ലിങ്കൻ. പിന്നെ അദ്ദേഹത്തിന്റെ മേജർ കളക്ഷൻസ് ഏതൊക്കെയാണ്, ആ കളക്ഷൻസിൽ വരുന്ന മേജർ പോയംസ് ഏതൊക്കെയാണ്, ആ പോയംസിന്റെ സ്പെഷ്യാലിറ്റീസ്, അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്. പിന്നെ എബ്രഹാം ലിങ്കന്റെ ഡെത്തിനോട് എലജി ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്ക്സുകൾ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് video. Thank you.